ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ നമ്മുടെ നിധി അവിടുന്ന് നേരത്തെ തന്നെ ഓഫീസിലേക്ക് പോകുമ്പോൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ചായയും ഒന്നും കഴിക്കാതെ പോകുമ്പോൾ സുമേഷിന് വല്ലാത്ത വിഷമമാവാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ഹരീഷും നിതീഷും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഏട്ടത്തി ദയവ് ഇത് ഇന്നലത്തെ കാര്യം ഓർത്ത് വിഷമിക്കല്ലേ, ഞങ്ങൾ സോറി പറയുന്നുണ്ടെന്നൊക്കെ പറയാം. നിങ്ങളാരും എന്നോട് ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ സോറി പറയണേ? ഒരു കുഴപ്പമില്ല, സാരമില്ല. ഞാൻ എന്തായാലും ഓഫീസിലേക്ക് പോവാം. സുമേഷേട്ടാ, എനിക്ക് വേണ്ടി ലഞ്ചൊന്നും വേണ്ട, ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പോവാമെന്നും പറഞ്ഞും കൊണ്ട് നിധി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ, നേരത്തെ തന്നെ. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ സുമേഷിന് കുറച്ച് ബോധമൊക്കെ വീഴുന്നുണ്ട്. കെട്ടുവിട്ട് കണ്ണൊക്കെ തുറന്ന് നോക്കുമ്പോൾ സൂര്യപ്രകാശം അടിക്കുന്നുണ്ട് മുറിക്കകത്ത്. ഓ, നേരം വെളുത്തോ എന്നും പറഞ്ഞാണ് ചാടി എണീക്കുന്നത്. തലേ ദിവസം അത്രമാത്രം കുടിച്ചതുകൊണ്ട് തന്നെ ഭയങ്കര തലവേദനയാണ് സുധീഷിന്. അപ്പോൾ തലവേദന കാരണം എന്താ കുറേ സമയം ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് തലേ ദിവസം രാത്രി ഇവിടെ നടന്ന കാര്യങ്ങളും പുകിലുകളും എല്ലാം ഒന്നൊന്നായിട്ട് ഓർമ്മയിൽ വരുവാട്ടോ. ഓർത്ത് എല്ലാം എടുക്കുകയാണ് സുധീഷ്. അപ്പം തന്നെ സുധീഷിന് ആകെ ഒരു ടെൻഷനും വെപ്രാളമായി. ദൈവമേ, ഞാൻ എന്തൊക്കെ ഇന്നലെ രാത്രി ഇവിടെ കാട്ടിക്കൂട്ടിയത്, ഈശ്വര, വളരെ മോശമായല്ലോ, ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുമേഷ് മുറിക്കാത്ത ഡ്രസ്സോ എന്തോ എടുക്കാൻ വേണ്ടി കയറി വരുമ്പോൾ തന്നെ സുമേഷേട്ടാ ഒന്ന് നിൽക്കുക, ദേ എന്നോട് നീ മിണ്ടി പോവരുത്, മിണ്ടാതിരുന്നോളെന്ന് പറഞ്ഞ് വിരട്ടി കേട്ടോ. പക്ഷേ സുധീഷ് വിടുമോ? സുമേഷേട്ടാ പ്ലീസ്, ദേവിയത് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം, ഞാൻ അറിയാണ്ട് പറ്റിപ്പോയതാ, എന്നോട് ക്ഷമിക്കുക, അറിയാണ്ട് പറ്റിപ്പോയതാ. നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? നീ എന്താ ഉള്ള കുട്ടിയാണോടാ? നീ എന്താ വിചാരിച്ച് വെച്ചത്? ഇന്നലെ രാത്രി നീ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു വെച്ചത്? നിധിയുടെ മുറിയിൽ ആരും അറിയാണ്ട് അകത്ത് കയറി ആ കുട്ടിയുടെ കട്ടിലിൽ കയറി കിടക്കുക അല്ലേ? എന്നിട്ട് അതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക. അയ്യോയ്യോ, ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ ശ്രമിച്ചതല്ല. അത് വേറൊന്നും അല്ല. ഞാൻ ഉദ്ദേശിച്ചത്, അവൾ എൻ്റെ ഭാര്യയല്ലേ. ഭാര്യയോ? അത് നീയല്ലേ കാണുന്നത്, അവളങ്ങനെ കാണുന്നില്ലല്ലോ. എടാ, പെൺകുട്ടികളോട് ഇങ്ങനെയാണോ ഇവിടെ പെരുമാറേണ്ടത്? അത്രയും വളരെ മോശമായിട്ട്. നീ ഒന്നുമില്ലെങ്കിലും പഠിപ്പും വിവരവും ഉള്ളവനല്ലേടാ. നീ ഒരു കാർ ഓടിക്കണവനല്ലേ. നിൻ്റെ കാറിൽ കയറുന്ന സ്ത്രീകളോട് നീ ഇങ്ങനെ മാന്യമില്ലാതെയാണോടാ പെരുമാറുന്നത്? എൻ്റെ സുമേഷേട്ടാ, അങ്ങനെയൊന്നും പറയില്ല, ഞാൻ അങ്ങനെ ഒരുത്തനല്ല. ഇന്നലത്തെ ആ കുടിച്ച് ഇതിൽ എനിക്ക് ബോധമില്ലാണ്ട് എന്തൊക്കെയോ സംഭവിച്ചു പോയതാ. അപ്പോൾ ബോധമില്ലാതിരിക്കുമ്പോഴത്തേക്കും നീ പെൺകുട്ടികളോട് മോശമായി പെരുമാറുമല്ലേ? ആ കുട്ടിയെ എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സുരക്ഷിതമായിട്ട് ഞങ്ങളിവിടെ ഇരിക്കും എന്ന് വിശ്വസിച്ചിരുന്ന അവരുടെ വിശ്വാസം പോലും നഷ്ടപ്പെടുത്തിയില്ലേ? ഇനി എന്താ വേണ്ടത് പറ? നീ ഇനി മേൽ എന്നോട് മിണ്ടിപ്പോകരുത് ഏട്ടാ, പ്ലീസ് എന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കാണ്ട് അവിടുന്ന് ചെയ്ത തെറ്റിന് വല്ലാത്ത കുറ്റബോധം തോന്നിയിട്ട് സുധീഷ് പുറത്തേക്ക് ഇറങ്ങി വന്ന ഹരീഷിനോടും നിതീഷിനോടും വന്ന് സോറിയൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ട് വൃത്തി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഹരീഷാണെങ്കിൽ മുഖം പോലും കൊടുക്കുന്നില്ല. അതേ തന്നോടാ പറഞ്ഞാൽ മാറി നിൽക്കാൻ, ഇല്ലെങ്കിൽ നല്ല ചെവക്കനെ രാവിലെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എടാ പ്ലീസ് എടാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ, എനിക്ക് അറിയാണ്ട് പറ്റിപ്പോയതാ. അയ്യോ, അറിയാണ്ട് പറ്റിപ്പോയത്, കാട്ടിക്കൂട്ടിയതൊന്നും ഓർമ്മയില്ല, മാറടോ അങ്ങോട്ട്, ഇല്ലെങ്കിൽ താൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും എന്നും പറഞ്ഞ് ഹരീഷ്. എന്നിട്ട് നിതീഷ് പറയാം, എന്നാലും ഏട്ടാ വളരെ മോശമായിപ്പോയി. ആ ചേച്ചിക്ക് ഞങ്ങളോടുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ അല്ലേ? മതിയായല്ലോ. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ പേരിൽ അതിവിടുന്ന് ഇറങ്ങി പോകാണ്ടിരുന്നാൽ മതി. ഇത്രയും കൂടെ കേൾക്കുമ്പോൾ സുധീഷ് ആകെ നാണം കെട്ട് പോവാണ് കേട്ടോ. സുധീഷ് എന്നിട്ട് നിധിയുടെ മുറിയിലേക്ക് പോയി നോക്കുന്നുണ്ട് പതിയെ. എന്നാലും കയറാൻ പേടിയാ. അടുക്കളയിലേക്ക് പോകുമ്പോൾ നിതീഷിനുള്ള ആഹാരവും ലഞ്ചൊക്കെ ആയിട്ട് സുമേഷ് വരുവാണ്. സുമേഷിൻ്റെ കൈയും കാലും പിടിക്കും. എന്നോട് ക്ഷമിക്കുക, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് ദേഷ്യം വന്നിടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. എന്ത് ദേഷ്യടാ പറ? അവളോട് എന്താ നിനക്ക് ദേഷ്യം? അവൾ എല്ലാവരോടും എന്ത് നീറ്റായിട്ട് അവൾ സംസാരിക്കുന്നത്, പക്ഷേ എന്നോട് അങ്ങനെയല്ലല്ലോ. എന്നെ അങ്ങനെയാണോ അവൾ കാണുന്നത്? എത്ര ദിവസമായിട്ട് അവൾ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു. അതിൻ്റെയൊക്കെ ദേഷ്യം മനസ്സിലിരുന്നിട്ടാ. അത് ശരി, അപ്പോൾ ദേഷ്യവും വൈരാഗ്യം വന്നാൽ ഏത് പെൺകുട്ടികളോടും എന്തും ചെയ്യാമെന്നാണ് നീ വിചാരിച്ചു വെച്ചിരുന്നത്? നാണം കെട്ടവനെ, നിനക്ക് പറയാൻ തന്നെ നാണക്കേടില്ലടാ. എൻ്റെ അനിയനാണെന്ന് പറയാൻ എനിക്ക് നാണക്കേട് തോന്നുന്നു. ശേ, എങ്ങനെ ഇനി ആ കൊച്ചിൻ്റെ മുഖത്ത് ഞങ്ങൾ നോക്കും എന്നും പറഞ്ഞ് സുമേഷ് വീണ്ടും കുറേ വഴക്കൊടുക്കുകയാണ്. ഇനി മേലിൽ നീ ഞങ്ങളോട് മിണ്ടാനോ സംസാരിക്കാനോ വന്നു പോരുത്, മിണ്ടിപ്പോകരുത്, ഇത് ഇവിടെ വെച്ച് അവസാനിച്ചു ഇനി എന്നും പറഞ്ഞ് കുറേ താക്കീതൊക്കെ കൊടുത്തിട്ട് ഇവരെല്ലാവരും അവരുടെ വഴിക്ക് പോവുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ നിധിയുടെ റൂമിലേക്ക് ഒന്നും കൂടി നോക്കാമെന്ന് പറഞ്ഞ് എത്തി നോക്കുമ്പോൾ അച്ഛൻ കയറി വരുക. എടാ നീ അവിടെ പോയി നോക്കണ്ട, അവൾ രാവിലെ തന്നെ ജോലിക്ക് പോയിട്ടുണ്ട്, ഇന്ന് നേരത്തെ പോയി. എടോ, അച്ഛനെന്ന് പറഞ്ഞ് താൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? താൻ കാരണമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ എന്ത് ചെയ്തു? എന്നെ ഓരോന്ന് പറഞ്ഞ് പിരികേറ്റി ഇളക്കി വിട്ടിട്ട് ഞാൻ നിന്നോട് പറഞ്ഞോ അവളുടെ രാത്രി ആരും കാണാതെ അവളുടെ കട്ടിലിൻ്റെ അടുത്ത് നിന്ന് അവളുടെ കൂടെ കിടക്കാൻ, അവളെ ഉപദ്രവിക്കാനൊക്കെ ഞാൻ പറഞ്ഞോടാ? നീ എന്താ ബുദ്ധിയില്ലാത്തവനാണോ? എന്താ നഴ്സറി കുട്ടിയാണോ? പറയടാ, ഞാൻ നിന്നോട് എന്താ പറഞ്ഞു വിട്ടത്? നിങ്ങൾ ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി അവളോട് സ്നേഹത്തോടെ ഇടപഴകി സ്നേഹിക്കുക. അതിന്
കുടിച്ച് ലക്കില്ലാതെ വന്ന് അവളുടെ റൂമിൽ കയറി ഇങ്ങനെയൊക്കെ മോശമായി പെരുമാറാനാണ് ഞാൻ പറഞ്ഞത്? പറ. അല്ലെങ്കിലും നിനക്കേ ബുദ്ധിയില്ലാതെ നീ ഈ പറയേണ്ട കാര്യമില്ല. കാരണം അവളെ വളച്ചെടുത്ത് നിൻ്റെ ഭാര്യയാക്കാനുള്ള ബുദ്ധി നിനക്കുണ്ടായിരുന്നല്ലോ. ആ ബുദ്ധി പോലും നിനക്ക് ഇവിടെ ഇല്ലാതെ പോയോടാ. ഒരാൾ പറഞ്ഞു എന്ന് വെച്ച് ഇങ്ങനെയാണോ ചിന്തിക്കാതെ ചെയ്യേണ്ടത്? ദേ, നിങ്ങൾ ഒറ്റ അക്ഷരം മിണ്ടരുത്. നിങ്ങൾ കാരണം തന്നെ എൻ്റെ ജീവിതം ഇങ്ങനെ ആയത്. അവൾ ഇവിടുന്ന് എങ്ങാനും ഇറങ്ങി പോവേണ്ടി വല്ലതും വന്നു കഴിഞ്ഞാൽ നിങ്ങളാ ഉത്തരവാദി. നിങ്ങളെ ഞാൻ കൊല്ലും. എടാ, നീ ഒന്നും മിണ്ടാതിരിക്കുക. അങ്ങനെ ഇറങ്ങി പോകേണ്ടി വന്നല്ല, അത് എൻ്റെ തെറ്റല്ല, അത് നിൻ്റെ തെറ്റ് തന്നെയാണ് എന്ന് അച്ഛൻ പറയാട്ടോ. നിങ്ങളാ എന്നെ ഇങ്ങനെ എരികേറ്റി അങ്ങനെ ആക്കിയത് ഇങ്ങനെ ആക്കിയതൊക്കെ. ഇവനിതെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? എൻ്റെ കണ്ണു മുന്നിൽ നിങ്ങൾ പോ, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനോട് ചാടിക്കൊണ്ട് നിൽക്കുകയാണ് സുധീഷ്. അയാൾ അങ്ങ് പുറത്തേക്ക് ഇറങ്ങാട്ടോ. സുധീഷ് ആകെ ടെൻഷനായിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. ഫോൺ എടുത്ത് നിധിയെ വിളിക്കാമെന്ന് പറഞ്ഞ് ആദ്യം കുറച്ച് മെസ്സേജൊക്കെ വാട്സപ്പിൽ ഇടുന്നുണ്ട്. ഈ സമയം നിധി ഓഫീസിലെത്തിയിട്ടുണ്ട്. ജോലിയിലൊന്നും ഒരു കോൺസെൻട്രേഷനും ഇല്ല. ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. രാത്രി നടന്ന സംഭവങ്ങളെല്ലാം സുധീഷ് പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ ഭാര്യയല്ലേ, ഇനി മുതൽ ഞാൻ പുറത്ത് കിടക്കില്ല, ഇതിനകത്തേ കിടക്കുള്ളൂ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തന്നെ കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇത് തന്നെ ഇങ്ങനെ നിധിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക. ഇനി സമാധാനത്തോടെ എങ്ങനെ അവിടെ ചെന്ന് ആ മുറിയിൽ കിടക്കുക? സുധീഷ് വീണ്ടും ഇതുപോലെ വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് നിധി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയേ, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ എന്താ ഡള്ളായിട്ടിരിക്കണേ? ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിയണം കേട്ടോ. സുധീഷാണെങ്കിൽ തുരെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നിധി വായിക്കുന്നുണ്ട്. നിധിക്ക് തീരെ പിടിക്കുന്നില്ല. അവസാനം ഇതിന് റിപ്ലൈ തരുന്നില്ല എന്നറിയുമ്പോഴത്തേക്കും വിളിക്കാൻ തുടങ്ങി. കുറേ പ്രാവശ്യം വിളിച്ചിട്ട് നിധി അതൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. അവസാനം പ്രാന്തെടുത്ത് തുടങ്ങി കേട്ടോ നമ്മുടെ സുധീഷിനും. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ വയ്യ. അങ്ങനെ സുധീഷ് നേരെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഹരീഷ് മുഖം കൊടുക്കുന്നില്ല. എന്നാലും അവിടെ ഇരുന്ന് എന്തെങ്കിലും സംസാരിച്ചാലോ എന്ന് വെച്ചിട്ട് അവിടെ ഇരുന്ന പയ്യന് ചായ വാങ്ങാൻ വേണ്ടി വിടുക. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇവിടെ എന്തോ സീൻ നടക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് എന്നെ ഇവിടുന്ന് ഒഴിവാക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഈ രണ്ട് നണ്ട നേരത്ത് എന്നെ ചായക്ക് വിടില്ലല്ലോ എന്ന് അവൻ അങ്ങോട്ട് മാറുമ്പോൾ തന്നെ സുധീഷ് ഹരീഷിനോട് പറയുന്നുണ്ട്, എടാ നീ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഇന്നലെ ചെയ്ത കാര്യം ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ എടാ അറിഞ്ഞുകൊണ്ടല്ലടാ എന്നൊക്കെ പറയാം. പക്ഷേ ഹരീഷ് അങ്ങനെ പറയുന്നുണ്ട്, നീ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ശരി, ആ ഏട്ടത്തിയോട് ഇങ്ങനെ ചെയ്തത് ശരിയല്ല. ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നിങ്ങളൊരു മനുഷ്യനല്ലേ, നിങ്ങളെന്താ വിവരം പഠിത്തമുള്ള ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കുറ്റപ്പെടുത്തുക. എടാ നിങ്ങളെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കോ, പക്ഷേ എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായി. അവളെ ആണെങ്കിൽ ഞാൻ ഒന്ന് വിളിച്ച് നോക്കിയിട്ട് ഫോൺ പോലും അവൾ അറ്റൻഡ് ചെയ്യുന്നില്ല. മെസ്സേജൊക്കെ അയച്ചു, എല്ലാം കാണുന്നുമുണ്ട്, പക്ഷേ ഒന്നിനും റിപ്ലൈ തരുന്നില്ല. എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നു. എടാ അവളോടുള്ള സ്നേഹം കൊണ്ടല്ലേ, അവൾ എൻ്റെ ഭാര്യയല്ലേടാ. അയ്യേ, ഇയാളിതെന്താ പറയുന്നത്? നിങ്ങൾക്കല്ലേ അങ്ങനെ, പക്ഷെ നിങ്ങളെ അങ്ങനെ കാണുന്നുണ്ടോ ഏട്ടത്തി? അല്ല. അപ്പം പിന്നെ ഇതൊക്കെ അങ്ങനെ സമ്മതിച്ച് തരാൻ പറ്റുമോ ഏട്ടത്തിക്ക്? അപ്പോൾ അത് തെറ്റ് തന്നെയല്ലേ? എടാ എത്രയൊക്കെ ആയാലും എൻ്റെ ഭാര്യയുടെ അടുത്തേക്കല്ലടാ ഞാൻ പോയത്, വെറുതെ ഒന്ന് കിടന്നതല്ലേ ഉള്ളൂ, ഞാൻ വേറൊന്നും ചെയ്തില്ലല്ലോ. അത് ശരി, നല്ല ന്യായം. എത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് എന്ത് കാര്യമായിട്ടാണ് പറയുന്നത്, വെറുതെ കിടന്നതേ ഉള്ളൂ എന്ന്? അതൊരു നിസ്സാര കാര്യമാണല്ലേ നിങ്ങൾക്ക്? ആകെ നാണക്കേടുണ്ടാക്കി വെച്ചു. ഇനി ആ ചേച്ചി ഇവിടെ നിൽക്കുമോ? എനിക്കെന്നെ അറിയില്ല. എടാ എനിക്കറിയില്ല, നിധി പോവോ? എനിക്കറിയത്തില്ല. എന്തായാലും ചെയ്തത് നിങ്ങൾ വലിയ മോശമായിപ്പോയി, ഞാൻ സമ്മതിച്ച് തരില്ല. ശരിയാ, ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് എനിക്കും തോന്നുന്നുണ്ടെന്ന് പറയാം കേട്ടോ. അങ്ങനെ നിധി എന്താ ചെയ്യുന്നത്? നിധിയുടെ കൂട്ടുകാരോട് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ ഒരു ഹോസ്റ്റലല്ലേ നിൽക്കുന്നത്, അപ്പോൾ അവിടെ എനിക്കൊരു റൂം ശരിയാക്കി തരാമോ ചോദിക്കുക. നീ അവിടെ ബന്ധുക്കളുടെ ആരുടെ വീട്ടിലല്ലേ നിന്നത്? ശരിയാണ്, റിലേറ്റീവ്സിൻ്റെ വീട്ടിലാണ്. പക്ഷേ എന്ന് നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുമോ? ഹോസ്റ്റലിൽ നിൽക്കാമെന്ന് പറഞ്ഞ് ഹോസ്റ്റലും ജോലിയൊക്കെ ശരിയാകുമ്പോഴത്തേക്കും അവിടെ നിന്ന് മാറാമെന്നുള്ള ഉറപ്പിന്മേലാണ് ഞാൻ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്നത്. അപ്പോൾ നീ ഉള്ളിടത്ത് ആണെങ്കിൽ എനിക്ക് ഒരു സേഫായിരുന്നു. അപ്പോൾ ആ കുട്ടി പറയാണ്, നല്ല ഹോസ്റ്റലാണ് ഞാൻ നിൽക്കുന്നത്, നമുക്കെന്ന് അവിടം വരെ പോവാം. അങ്ങനെ നിധിയെയും കൂട്ടി ഹോസ്റ്റലിലേക്ക് പോകുന്നുണ്ട്. അവിടെ മാഡത്തിനെ കാണുകയാണ്, സംസാരിക്കുകയാണ്. സിംഗിൾ റൂമും ഉണ്ട്, ഡബിൾ റൂമും ഉണ്ട്. സിംഗിൾ റൂമിനാണെങ്കിൽ 10,000 കൊടുക്കണം. ഡബിൾ റൂം എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യണതാണ് കേട്ടോ. വേറെ കുട്ടികളും കാണും. അതാകുമ്പോൾ ഒരു 7,000 തന്നാൽ മതി. ഫുഡൊക്കെ ഉണ്ട്, രാവിലെ ചായയുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ജോലിയുണ്ടല്ലോ നിധിക്ക്, ധൈര്യമായിട്ട് ആ ഹോസ്റ്റൽ തിരഞ്ഞെടുക്കാൻ തോന്നുകയാണ്. അങ്ങനെ റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ബാത്റൂം എല്ലാം കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിധിക്ക് അത് ഇഷ്ടമാവുക കേട്ടോ. അഡ്വാൻസും കൊടുത്ത് നിധി അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ അവർ പറയുന്നുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വന്ന് ഇവിടെ ഒപ്പിട്ടൊക്കെ തരണമെന്ന്. അപ്പോൾ നിധി തീരുമാനിക്കുന്നുണ്ട്, സുമേഷ് ഏട്ടനെ വിളിച്ചും കൊണ്ട് വരാം, കാര്യങ്ങൾ പറയാം, സുമേഷ് ഏട്ടൻ ഇവിടെ ഗാർഡിയനായിട്ട് ഇരിക്കട്ടെ. അങ്ങനെ നേരെ സുമേഷിനെ അന്വേഷിച്ച് ജോലി സ്ഥലത്തേക്ക് ചെല്ലാട്ടോ. സുമേഷ് അവിടെ ജോലി തിരക്കിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് നിധി അങ്ങോട്ട് ചെല്ലുന്നത്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്